ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. DL അഡ്മിഷൻ 2025 ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, DL ഗവൺമെൻറ് എയ്ഡഡിൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഹ്യൂമാനിറ്റീസിന് 15/9/2025 9 മണിക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. കൊമേഴ്സിന് 15-ാം തീയതി 12 മണിക്കും സയൻസിന് 16-ാം തീയതി 9 മണിക്കും ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സമയത്തിന് ഒരു അരമണിക്കൂർ മുൻപ് തന്നെ നിങ്ങൾ ആ ഒരു സെന്ററിൽ എത്തിച്ചേരുക. അപ്പോൾ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലം SNV മോഡൽ HSS തിരുവനന്തപുരത്താണ് നടക്കുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ അപേക്ഷയോടൊപ്പം അയച്ചിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സിന്റെയും ഒറിജിനൽ നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. അപ്പം അത് എന്തൊക്കെയാണ് ആ ഒരു സർട്ടിഫിക്കറ്റുകൾ എന്നുള്ളത് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇന്റർവ്യൂവിന് ഹാജരാകാത്തവർക്ക് പകരം വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള തൊട്ടടുത്ത റാങ്കുകാർക്ക് പ്രവേശനം നൽകുന്നതിനാൽ ഇന്റർവ്യൂവിന് വരാത്തവർക്ക് അവസരം നഷ്ടപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഷുവർ ലിസ്റ്റിൽ ഉള്ളവർക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ അഡ്മിഷൻ ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനലും TC ഉൾപ്പെടെ നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് അവിടെ ചെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോളേജ് അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഷുവർ ലിസ്റ്റിൽ വരാത്ത കുട്ടികളുടെ ആ ഒരു ആബ്സെൻസിലായിരിക്കും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് കിട്ടുന്നത്. അപ്പം ഇനി നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സുകൾ കൊണ്ടുപോകേണ്ടത് നോക്കാം. SSLC +2 സർട്ടിഫിക്കറ്റ്, പിന്നെ TC, നിങ്ങൾ ലാസ്റ്റ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള TC. അതിപ്പോൾ നിങ്ങൾ എത്ര വർഷം മുമ്പേ പഠിച്ചതായാലും ആ ലാസ്റ്റ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള TC ആണ് നിങ്ങൾ വേണ്ടത്. പിന്നെ ജനനത്തീയതി, ജാതി, മതം എന്നിവ തെളിയിക്കുന്നതിന് സർട്ടിഫിക്കറ്റുകൾ. അപ്പം ജനനത്തീയതി എന്ന് പറഞ്ഞാൽ SSLC സർട്ടിഫിക്കറ്റ് തന്നെ മതി. പിന്നെ നിങ്ങളുടെ കാസ്റ്റ്, അതാത് കാറ്റഗറി വരുന്നവർ അതാത് കാസ്റ്റ്, ഇപ്പോൾ SC ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, OBC ആണെങ്കിൽ NCL സർട്ടിഫിക്കറ്റ്, ആ ഒരു രീതിയിൽ. ഓക്കെ, അപ്പോൾ അത് വേണം. അതുപോലെ തന്നെ ഫോം 42-ലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അസിസ്റ്റൻറ്റ് സർജൻ റാങ്കിൽ കുറയാത്തവരിൽ നിന്നും. അപ്പോൾ ഈ ഒരു ഫോം 42 നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് തന്നെ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് അസിസ്റ്റൻറ്റ് സർജൻ റാങ്കിൽ കുറയാത്ത ഒരു ഡോക്ടറിൽ നിന്നുമുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. പിന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അത് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ആണ്. അത് 6 മാസത്തിനുള്ളിലുള്ളതായിരിക്കണം. ഇനി 6 മാസം കഴിഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾ ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് ഈ ഒരു കണ്ടക്ട് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് +2 വിജയിച്ചതെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം. കേരളത്തിന് പുറത്ത് +2 പഠിച്ച് ജയിച്ചവരാണെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ പറഞ്ഞ പോലെ OBC വിഭാഗത്തിന് നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ്. പിന്നെ അധിക യോഗ്യതയ്ക്കും പ്രത്യേക സീറ്റിനും വിജ്ഞാപന പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, അതായത് എക്സ് സർവീസ്മെൻ, ജവാന്, അതുപോലെ ജവാൻ്റെ ആശ്രിതർ, അതുപോലെ തന്നെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്നവർ. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നിങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ആപ്ലിക്കേഷനോടൊപ്പം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ നിങ്ങൾ കൊണ്ടുപോയാൽ മതി. PSC തയ്യാറാക്കിയ സെലക്ട് ലിസ്റ്റിലെ ക്രമം അനുസരിച്ചാണ് സെന്ററുകൾ, അതായത് TTA അനുവദിക്കുന്നത്. ആയതിനാൽ ആദ്യ റാങ്കുകളിൽ പെടാത്തവർ ഓപ്ഷൻ നൽകുന്ന സെന്റർ ഏതെന്ന് മനസ്സിലാക്കി കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ലിസ്റ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷുവർ ലിസ്റ്റും വെയിറ്റിംഗ് ലിസ്റ്റും കാണാനായിട്ട് സാധിക്കും. നമ്മൾ പറഞ്ഞ പോലെ ഷുവർ ലിസ്റ്റിലുള്ളവർക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സും ഒറിജിനലായിട്ട് പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഷുവർ ലിസ്റ്റിൽ വരാത്ത കുട്ടികൾ അതേ കാറ്റഗറിയിൽ വരുന്ന വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള കുട്ടിയായിരിക്കും പിന്നെ വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് കിട്ടുന്നത്. കിട്ടില്ല എന്ന് കരുതി പോകാതിരിക്കരുത്. തീർച്ചയായിട്ടും ആദ്യ റാങ്കുകളിലൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും പോവുക. ഇനി സെൽഫ് ഫിനാൻസിൻ്റെ വരാനുണ്ട്. അപ്പോൾ അതൊക്കെ വരുന്നതനുസരിച്ച് ഓരോ ഓപ്പറേഷൻ നൽകുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക്